നെടുവങ്ങാട് പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയയായ ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ മറ്റൊരു പരാതി കൂടി പുറത്തുവരുന്നു. പെരിങ്ങമല സ്വദേശി സൽമാനാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഭാര്യയെ പ്രസവവേദനയോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിട്ടും തന്റെ പേഷ്യന്റ് അല്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് പരാതി. ഒടുവിൽ ഭാര്യ വാർഡിൽ പ്രസവിക്കേണ്ടി വന്നെന്നും സൽമാൻ പറയുന്നുണ്ട്. വിഷയത്തിൽ ആരോഗ്യ വകുപ്പും മെഡിക്കൽ സൂപ്രണ്ടിനും പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് സൽമാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ദിസ്ന സുരേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. ദിസ്ന, ഇതിപ്പോൾ വലിയ വിമർശനങ്ങൾ ഉയരുന്നൊരു വിഷയമായി മാറുകയാണ്. ഈ ഡോക്ടർക്കെതിരെ മുൻപും സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ, പരാതികൾ ഉയർന്നിരുന്നു. അന്നും ഇവരെ സംരക്ഷിക്കുന്ന നിലപാട് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായി. തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആരോപണ വിധേയയായ ഡോക്ടർക്കെതിരെ മറ്റൊരു പരാതിയുമായാണ് സൽമാൻ എത്തിയിരിക്കുന്നത്. ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. പ്രധാനമായും തൻ്റെ പേഷ്യൻ്റ് അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആ ഡോക്ടർ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ പരിശോധിച്ചില്ല. തുടർന്ന് വാർഡിൽ പ്രസവിക്കേണ്ടി വന്ന ഒരു അവസ്ഥ. എന്തായിരുന്നു സംഭവിച്ചത്? 21/8/2025 ഞാനിവിടെ ലേബർ റൂമിൽ കൊണ്ടുവന്ന് എൻ്റെ വൈഫിനെ അഡ്മിറ്റ് ആക്കിയത്. ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറാണ് ബിന്ദു സുന്ദർ. അപ്പോൾ പ്രസവവേദന വരികയും ആ സമയത്ത് പ്രസവിക്കാനുള്ള ടെൻഡൻസികൾ വരുന്ന സമയത്ത് ഡോക്ടറെ വിളിക്കുകയും അവിടെ നിന്ന് നഴ്സുമാരോടൊക്കെ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ സിന്ധി ഡോക്ടറിൻ്റെ പേഷ്യൻ്റ് ആയതിൻ്റെ പേരിൽ അവർ പുച്ഛത്തോടെ തിരിഞ്ഞു പോയി എന്നാണ് എന്നോട് വൈഫ് പറഞ്ഞത്. അങ്ങനെ അവസാനം ആ ഒരു സാഹചര്യത്തിൽ വാർഡിൽ പ്രസവിക്കുകയുണ്ടായി. അപ്പോൾ എൻ്റെ അമ്മ ആ കൊച്ചിന് വെള്ളം കൊടുക്കാനോ എന്തിനോ കയറിപ്പോയ സമയത്ത് കൊച്ചിനെയും തള്ളയും കണ്ട് നിലവിളിക്കുന്ന സമയത്ത് അവർ മറ്റുള്ള നേഴ്സുമാരെല്ലാവരും കൂടെ വന്നിട്ട് ഡോക്ടറെ കൊണ്ടുവരികയാണ് ചെയ്തത്. ആ സമയത്ത് എൻ്റെ പ്രസവം കൊച്ചിനെ എടുത്ത് പുറത്തേക്ക് കൊണ്ട് തരികയും 3 ദിവസം കഴിഞ്ഞ് ഇവൾ എന്നോട് പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതിനകത്തുണ്ടായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനെ തുടർന്ന് ഞാനിവിടെ മെഡിക്കൽ സൂപ്രണ്ടിന് പരാതി തയ്യാറാക്കി കൊണ്ടുവന്ന് കൊടുക്കുകയും മറ്റ് 3 പരാതികൾ വീണ ജോർജ് സാർ അവർക്കും മറ്റ് പരാതികൾ ഞാൻ കൈവശം വെക്കുകയും ചെയ്തിരുന്നു. ഇന്ന് വരെ അന്ന് പരാതി കൊടുത്തതിന് ശേഷം ഇത്രയും ദിവസമായിട്ട് പോലും 6 മാസത്തോളം ഏകദേശം ആയിട്ടുണ്ട്. ഇത്രയും ദിവസമായിട്ട് പോലും മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ കോളുകളോ ഇതിനൊരു നടപടിയോ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ സുഹൃത്തും അയൽവാസിയും ഞാൻ അറിയപ്പെടുന്ന എൻ്റെ നാട്ടുകാരനുമാണ് ഇപ്പോൾ ഉണ്ടായ ഈ കുഞ്ഞ് മരണപ്പെടുകയുണ്ടായത്. ആ സാഹചര്യത്തിൽ എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നുകയും ഈ പരാതിയായി ഞാൻ മുന്നേ ഇറങ്ങി നിൽക്കേണ്ട ഒരാളാണെന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ പേരിൽ ഞാൻ ഈ പരാതിയുമായി മുന്നോട്ട് വന്നതാണ്. വാർഡിൽ പ്രസവിക്കേണ്ടി വന്നപ്പോൾ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? വാർഡിൽ പ്രസവിക്കേണ്ടി വന്ന മാനസികാവസ്ഥ ഇതുവരെ എൻ്റെ വൈഫ് അതിൽ നിന്ന് റിലാക്സ് ആയിട്ടില്ല. അപ്പോൾ ഒറ്റയ്ക്ക് പ്രസവിക്കുന്ന അതിനേക്കാൾ വീട്ടിൽ പ്രസവിക്കുന്നതായിരുന്നു നല്ലതെന്ന് എന്നോട് എപ്പോഴും പറയുകയും അതിനെക്കുറിച്ച് പ്രയാസപ്പെട്ട് മനംനൊന്ത് കരയുകയും ചെയ്യുകയാണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് വല്ലാതെ ഫീൽ ചെയ്തിട്ട് ഞാൻ ഹസ്ബൻഡാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ എല്ലാ കാര്യങ്ങൾക്കും മാതാപിതാക്കളെയോ മറ്റോ ആരെയോ ബുദ്ധിമുട്ടിക്കാതെ ആദ്യത്തെ മാസം മുതൽ തന്നെ എല്ലാ മാസങ്ങളിലും കൊണ്ടുവന്ന് നല്ലപോലെ കെയർ കൊടുക്കുകയും നോക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു സ്റ്റേജിൽ, അവസാന സ്റ്റേജിൽ ഞാൻ വളരെ നിസ്സഹായനായി നോക്കി നിൽക്കേണ്ട ഒരു വേദന അത് ആ ഭർത്താവിന് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ആ ഒരു വേദനയിലാണ് ഞാനും. ഇപ്പോൾ അവൾക്ക് കുഴപ്പമില്ലാത്തൊരു രീതിയിലുള്ള മാനസിക എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ അവൾ പറഞ്ഞ് റിലാക്സ് ആക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നീ അതുകൊണ്ടല്ലേ നിനക്ക് സുഖമായിട്ട് പ്രസവിക്കാൻ പറ്റിയത്, നീ നീ ധീരതയാണ് എന്നൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ഇതേപോലൊരു അവസ്ഥ താങ്ങാനും അതിന് ആ ഒരു കഴിവുള്ള ഒരു സ്ത്രീ അടുത്തുണ്ടാവണമെന്നില്ല. അപ്പോൾ മറ്റുള്ളവർ ഇത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. പരാതി കൊടുത്തു, നടപടിയില്ല. ഇനി ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നു, അങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. ഈ പരാതി ഞാൻ എൻ്റെ നാട്ടുകാരനും എനിക്ക് വേണ്ടപ്പെട്ട ആളുമാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ ആൾ. അപ്പോൾ ഈ പരാതികൾ പോലുള്ള പരാതികൾ ഇനിയും ഒരുപാടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് ഓടി വരാൻ പറ്റുന്നൊരു ഹോസ്പിറ്റലാണ് നെടുവങ്ങാട് ഹോസ്പിറ്റൽ. അപ്പോൾ ഈ ഹോസ്പിറ്റലിനകത്ത് നല്ല ഡോക്ടേഴ്സ് അല്ലാത്ത ആരും പാടില്ല എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഒരു ഹോസ്പിറ്റൽ നെടുവങ്ങാട് ഹോസ്പിറ്റൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡോക്ടേഴ്സിനെ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിനാണ് ഞാനും മുമ്പ് നിൽക്കുന്നത്. തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ആ യുവതിയുടെ ഒരു മാനസികാവസ്ഥ, അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ സൽമാൻ വ്യക്തമാക്കുന്നത്. വാർഡിൽ പ്രസവിക്കേണ്ടി വന്നു, തൻ്റെ പേഷ്യൻ്റ് അല്ല, അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ പോലും തനിക്ക് നോക്കാൻ കഴിയില്ല എന്നൊരു ദാർഷ്ട്യമായ പെരുമാറ്റം തന്നെയായിരുന്നു ഡോക്ടറുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് സൽമാൻ വ്യക്തമാക്കുന്നത്. ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ആ യുവതി ഇതുവരെ മുക്തമായിട്ടില്ല എന്നും സൽമാൻ പറയുകയാണ്. ഇനി ഈ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. തൻ്റെ സുഹൃത്തിനാണ് ഇപ്പോൾ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അവസ്ഥ വന്നിരിക്കുന്നത്. അപ്പോൾ താൻ ഈ പരാതി
ഉയർത്തിക്കാട്ടണമെന്ന് തനിക്ക് തോന്നി. അതുകൊണ്ടാണ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നത് എന്ന് തന്നെയാണ് സൽമാൻ പറയുന്നത്. എന്തായാലും ആശുപത്രി വളപ്പിൽ ഇപ്പോഴും വലിയ രീതിയിൽ പ്രതിഷേധം നടക്കുകയാണ്. അറിവ് ഉൾപ്പെടെ വന്നപ്പോൾ നാട്ടുകാരുൾപ്പെടെ ഇടപെട്ട് അത് തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിക്കെതിരെ അല്ലെങ്കിൽ ആശുപത്രിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത് എന്നത് തന്നെ വലിയ രീതിയിലുള്ള ആശങ്ക ജനിപ്പിക്കുകയാണ്. ഈ 5 വർഷത്തിനിടയിൽ നിരന്തരമായ പരാതിയാണ് ഈ ഡോക്ടർക്കെതിരെ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അവസാനമായി ഇപ്പോൾ ഇതാ സൽമാൻ കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. ഗൗതം, ഒപ്പം BJPയുടെ നേതൃത്വത്തിൽ അവിടെ വലിയ പ്രതിഷേധം രാവിലെ ആരംഭിച്ചിരുന്നുവല്ലോ. ഒപ്പം നാട്ടുകാരും ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി. അതിപ്പോൾ എങ്ങനെയാണ് അവിടെ തുടരുന്നത്? തീർച്ചയായും ഗൗതം, BJPയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ സൂപ്രണ്ടുമായി കുടുംബം നടത്തിയ ചർച്ചയിൽ ഉൾപ്പെടെ കുടുംബം കൃത്യമായി അവരുടെ നിലപാട് പറയുന്നു. ഇനിയൊരു സാധാരണക്കാർക്കും ഇത്തരത്തിലൊരു അവസ്ഥ വരരുത്. അതായത് ആറ്റുനോറ്റിരുന്ന ആദ്യത്തെ കൺമണിയാണ് ആ അച്ഛൻ്റെ പ്രതികരണം. അങ്ങനെയായിരുന്നു, ആദ്യത്തെ കൺമണിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ആ കുട്ടി പോയി, അത് വലിയ രീതിയിലുള്ള വേദനയുണ്ട്. പക്ഷേ 24 മണിക്കൂർ പിന്നിടുന്നു. എന്തുകൊണ്ടാണ് ഈ പോസ്റ്റ്മോർട്ടത്തിന് അനുവദിക്കാത്തത് എന്നൊരു ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നു. പക്ഷേ ഉയർന്നു വന്നാൽ പോലും ഇനിയൊരാൾക്കും സാധാരണക്കാർക്കും ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെയാണ് ആ നിലപാടിൽ പ്രധാനമായും ഉറച്ചു നിൽക്കുന്നത് എന്ന് തന്നെയാണ് ഈ പിതാവ് വ്യക്തമാക്കിയിട്ടുള്ളത്. അവരുടെ ആ വേദന, അല്ലെങ്കിൽ അവർക്ക് പ്രതികരിക്കാൻ പോലും സാധിക്കുന്നില്ല. മറ്റൊരു ഞെട്ടിക്കുന്നൊരു സംഭവം എന്ന് പറയുന്നത് 2 തവണ പണം വാങ്ങിയിരുന്നു, 10,000 രൂപ വീതം വാങ്ങിയിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഇത്തരത്തിൽ 10,000 രൂപ ഈ ഡോക്ടർ വാങ്ങിയത് എന്ന് കൂടി ഈ പിതാവ് വ്യക്തമാക്കുകയാണ്. അത് ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ടി വന്നു എന്ന് തന്നെയാണ്. എന്തായാലും BJPയുടെ പ്രതിഷേധം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഏറ്റവും എടുത്തു പറയേണ്ടത് DYFIയും ഇത്തരത്തിൽ ഡോക്ടറിനെതിരെ പ്രതിഷേധിച്ചു. ആരോഗ്യ വകുപ്പിനെതിരെയല്ല പ്രതിഷേധം നടത്തിയത്, മറിച്ച് ഡോക്ടറിനെതിരെ മാത്രം ഒരു പ്രതിഷേധ പ്രകടനം സമയം മുൻപ് ഇവിടെ നടത്തി എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഗൗതം, എന്തായാലും BJPയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ കൃത്യമായ നിലപാട്, അതായത് ഡോക്ടറെ സ്ഥലം മാറ്റി മുഖം രക്ഷിക്കുവാനുള്ള ആരോഗ്യ വകുപ്പിന്റെ ശ്രമം മാത്രമാണ് നടന്നിരിക്കുന്നത്. അതല്ല വേണ്ടത്, മറിച്ച് കൃത്യമായ നടപടി വേണമെന്ന് തന്നെയാണ് BJP ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. ഗൗതം, ഓക്കെ ദിഷ്ണ, എന്തായാലും അതിദാരുണമായ സംഭവമാണ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സംഭവിച്ചത്. അവിടെ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ ഡോക്ടർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ല. ഈ ഡോക്ടർക്കെതിരെ ഇതാദ്യമായി അല്ല പരാതി ഉയരുന്നത്. പരാതി പ്രളയം സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ നടപടി ഇല്ല എന്നുള്ളതാണ്. ദിസ്ന സുരേഷാണ് നെടുമങ്ങാട് ആശുപത്രിക്ക് മുന്നിൽ നിന്നും ചേർന്നത്.